Hey guys and welcome back to my YouTube channel. ഞാൻ ദേ നിൽക്കുന്നത് ട്രിവാൻഡ്രത്തെ എഗ്രോ ബസാറിലാണ്. നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണോ അല്ലെങ്കിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണോ? അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് എ വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ഫോർ ഓൾ ദി ഫാമേഴ്സ് ഔട്ട് ദെയർ. കാരണം ഇവിടെ നിങ്ങളൊരു വിത്ത് വാങ്ങിക്കുകയാണെന്ന് ഇരിക്കട്ടെ, അതിനെ നട്ട് വളർത്തി അതിൻ്റെ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ എന്താണെന്ന് വെച്ചാൽ റീപ്പ് ചെയ്തിട്ട് അതിനെ കറി വെക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം എന്നൊക്കെ നമ്മൾ പറയില്ലേ, സെയിം സാധനം. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇവിടെ നിന്നൊരു വിത്ത് വാങ്ങിച്ചോളൂ, അത് നട്ട് വളർത്താൻ ഉള്ള വളം, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇൻസെക്ട് ട്രാപ്സ് ഇവിടെ നിന്ന് വാങ്ങിക്കാം. അതുപോലെ കള പറിക്കാനായിട്ടുള്ള മെഷീൻസ് ഉണ്ട്, വെള്ളം ഒഴിക്കാനുള്ള ഓസ് സ്പ്രെയർ, അത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ റീപ്പ് ചെയ്തതിന് ശേഷം കറി വയ്ക്കാനുള്ള ഉപ്പടക്കം എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. അപ്പം നമുക്ക് കൃഷിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ അവൈലബിൾ ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും വാങ്ങിക്കും. ഇത് മേളിലത്തെ നിലയാണ് കേട്ടോ, ഏറ്റവും മുകളിലത്തെ നിലയാണ്. 3 നിലയായിട്ടാണ് ഈ ബിൽഡിംഗ് വരുന്നത്. ഇത് കണ്ടില്ലേ, കുഞ്ഞിക്കത്തി, അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഫിൽറ്റേഴ്സ്, പൈപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, ഓസിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, വെള്ളം ഒഴിക്കാനുള്ളത്, മൺവെട്ടി, ഇങ്ങനെ മണ്ണ് ഇളക്കുന്നത്, പിന്നെ നമ്മുടെ ഈ കൃഷി ചെയ്യുമ്പോഴത്തേക്കും കാലിടാൻ പറ്റിയ ബൂട്ട്സ് പോലത്തെ കാര്യങ്ങൾ, അങ്ങനെ നമ്മാട്ടി, മൺവെട്ടി, എല്ലാം അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും ഈ മേളിലത്തെ നിലയിൽ ആ എക്വിപ്മെൻറ്റ്സിൻ്റെ ഭാഗം കംപ്ലീറ്റ്ലി ഇവിടെ അവൈലബിൾ ആണ്. എന്തൊക്കെയാണോ നിങ്ങൾക്ക് ചെടിയിൽ വെള്ളം ഒഴിക്കാനുള്ള സ്പ്രെയർ അടക്കം എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ തേങ്ങ പൊതിക്കുന്ന ഒരു കമ്പിപ്പാരയാണ്. കമ്പിപ്പാര എന്നാണ് പറയുന്നതെന്ന് ഇവിടെയൊക്കെ അങ്ങനെ പറയുന്നത്. ഇത് മൺവെട്ടിയാണ് കണ്ടോ, മൺവെട്ടിയൊക്കെ പല സൈസുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, നേരത്തെ കാണിച്ച ഈ തേങ്ങ പൊതിക്കുന്ന നമ്മൾ ടേബിളിൽ വെച്ച് പൊതിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് വേർഷൻ, വളരെ ഒരു ചെറിയ വേർഷനാണ്. പല കളറിൽ ഇത് അവൈലബിൾ ആണ്. ഇതിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്, ലൈക്ക് ഒരു ക്യൂട്ട് കുറച്ച് ഐറ്റംസ് ഇരിക്കുന്ന പോലെ ഉണ്ട്, പല പല കളറിലായിട്ട് നല്ല രസമുണ്ട് ഇത് കാണാൻ. പിന്നെ ഇത് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ക്വാളിറ്റി ബക്കറ്റ്സ് ഒക്കെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു നില എന്ന് പറയുന്നത് ഇപ്പം ഞാൻ കാണിച്ച പോലെ തന്നെ ഈ ബക്കറ്റ്, കൂടാരി, വെട്ടുകത്തി, ഈ പറഞ്ഞ പോലെ തേങ്ങ പൊതിക്കുന്ന ഈ എക്വിപ്മെൻ്റ് അടക്കം എല്ലാം ഇവിടെ. ഈ മൺവെട്ടിയൊക്കെ പല സൈസിലുണ്ട്. ഈ മെറ്റലിൽ വരുന്നുണ്ട്, തടിയിൽ വരുന്നുണ്ട്, പല പല ടൈപ്പാണുള്ളത് ഇവിടെ. പിന്നെ കുറേ ആവശ്യത്തിനുള്ള ഈ കർഷകർക്ക് ഇറിഗേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ മേളത്തെ നില ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. കുറേ മെഷീൻസ് ഉണ്ട്, ഇങ്ങനെ പുല്ല് പറിക്കാനുള്ള മെഷീൻസ്, അങ്ങനത്തെ എന്തൊക്കെയോ മെഷീൻസൊക്കെ ഉണ്ട്. ഇതിൽ പകുതി എനിക്ക് വലിയ നോളജ് ഒന്നുമില്ല, പക്ഷെ അമ്മയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇത് എന്തിനാണെന്നൊക്കെ അറിയാം. പകുതി ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, പകുതി ഞാൻ മറന്നുപോയി കേട്ടോ ഇതിനകത്ത്. അപ്പോൾ ഇത്രയും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ നന്നായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ കൃഷിയൊക്കെ വീട്ടിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി അധികം സാധനങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതും കൃഷിക്ക് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ എക്വിപ്മെൻറ്റ്സ് ഉണ്ടാവും. അത് നമുക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ്. അപ്പം നമുക്ക് ഏറ്റവും ടോപ്പ് എക്വിപ്മെൻറ്റ്സ് കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് അത്യാവശ്യം നമ്മുടെ വേണ്ടുന്ന സാധനങ്ങളൊക്കെ വിളയിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലിങ്ങനെ കുറച്ച് നാളായിട്ട് ഈ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകാറ്. കാരണം ഇവിടെ വന്നാൽ മതി, എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ ചില മെഷീൻസൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് യാതൊരു ഐഡിയയും കാണില്ല ഇത് എന്തിനു ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ സ്റ്റാഫിനോട് ചോദിക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞു തരും എന്തിനുപയോഗിക്കുന്നതാണെന്ന്. കാരണം നമ്മൾ അതേ ജോലി ഹാർഡായിട്ട് നമ്മൾ മാനുവലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഈ മെഷീൻസൊക്കെ വെച്ച് നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത് ഇവിടെ വന്ന് ഓരോന്ന് എക്സ്പ്ലോർ ചെയ്യുമ്പോഴേ നമുക്ക് ആ മെഷീൻസിൻ്റെ യൂസ് എന്താണെന്നൊക്കെ മനസ്സിലാവുള്ളൂ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മെഷീൻസ്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് മെഷീൻസിൻ്റെ വീഡിയോസ് എടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ആ സൈഡിൽ ഇരിക്കുന്നുള്ളൂ, അത് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോർ വരുന്നത് കേട്ടോ. ഇവിടെ ഫുള്ള് സീഡ്സ് ആണ്, നമുക്ക് ഇഷ്ടം പോലെ സീഡ്സ്, നമുക്ക് എന്തൊക്കെ വേണം അതിൻ്റെയൊക്കെ സീഡ്സ് ഉണ്ട്. ഇത് പയറിൻ്റെ വിത്താണ്. അതുപോലെ തന്നെ ചുവന്ന പയറുണ്ട്, കുറ്റിപ്പയറുണ്ട്, മീറ്റർ പയറുണ്ട്, പയറിൻ്റെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. വള്ളിപ്പയറുണ്ട്. ഒരു റോയിൽ തന്നെ ഒരു വെജിറ്റബിളിൻ്റെ തന്നെ പല പല ടൈപ്പ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ചീരയുടെ തന്നെ ഇപ്പം തന്നെ നിങ്ങൾക്ക് 2 ടൈപ്പ് ചീര കാണാൻ പറ്റും. അതുപോലെ തക്കാളി, ബ്രോക്കലി,
കോളിഫ്ലവർ എന്ന് വേണ്ട എല്ലാ വിത്തിൻ്റെയും എല്ലാ വെജിറ്റബിളിൻ്റെയും വിത്ത് ഇതിനകത്ത് തന്നെ ഉണ്ട്. പച്ചമുളകിൻ്റെ, കാന്താരി മുളകിൻ്റെ ഒക്കെ വിത്തുകൾ ഇവിടെ തന്നെ അവൈലബിൾ ആണ്. നമുക്ക് അത് വളരെ എനിക്കൊന്ന് 15 രൂപ എന്തൊക്കെയേ ഉള്ളൂ വില വരുന്നത്. അപ്പം ഇത്രയും ചോളത്തിൻ്റെ വിത്തുണ്ട്, ക്യാപ്സിക്കത്തിൻ്റെ വിത്തുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള വിത്തുകളൊക്കെ മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും. എന്നിട്ട് നമ്മൾ അതേപോലെ അതിന് ഇത് വളർത്തിയെടുക്കാനുള്ള വളവും ഇവിടെ തന്നെ അവൈലബിൾ ആണ്. നമ്മൾ പുറത്തോട്ടൊന്നും പോകണ്ട, ഇവിടെ നിന്ന് വിത്ത് വാങ്ങിക്കുക, ഇവിടുന്ന് തന്നെ അതിനുള്ള സാധനങ്ങൾ മേടിച്ചുകൊണ്ട് മേളിലത്തെ ഫ്ലോറിലും താഴത്തെ ഫ്ലോറിലുമായിട്ട് പല പല എക്വിപ്മെൻറ്റ്സ്, വളങ്ങൾ ഇവിടെ ഉണ്ട്, ഫെർട്ടിലൈസേഴ്സ്. ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സൊക്കെ കാണിച്ചു തരും. അപ്പം നമ്മൾ അതിൽ നിന്ന് തന്നെ ഇവിടുന്ന് ഈ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ ഉള്ള കാര്യങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് നട്ടാൽ മാത്രം മതി. നമ്മൾ പല പല ഷോപ്പിലായിട്ട് നടന്ന് ഇതാകണ്ട. പിന്നെ ഇത് ഈ കാണുന്നതൊക്കെ വെജിറ്റബിൾസിൻ്റെ മാത്രമല്ല ഫ്ലവേഴ്സിൻ്റെയും കൂടെയാണ്. ഓണമൊക്കെ ആയതുകൊണ്ട് ജമന്തിയുടെയൊക്കെ വിത്തുകൾ അവൈലബിൾ ആണ്, പല കളറിലുള്ള വിത്തുകൾ അവൈലബിൾ ആണ്. ഇത് പല കൈൻഡ് ഓഫ് ഓർഗാനിക് വളങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇത് കൂടാണ്ട് കുറച്ചധികം ബാഗ്സ് അവൈലബിൾ ആണ്, ജൂട്ട് ബാഗ്സ്, കോട്ടൺ ബാഗ്സ്. അതുപോലെ ഇതൊക്കെ നമുക്ക് ഫാമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഹാൻഡി ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ബാഗ്സ് ആണ്. അല്ലാണ്ടുള്ള ബാഗ്സ് അവൈലബിൾ ആണ്. ഇത് ഈ കാണുന്ന ഫുൾ വളങ്ങളാണ് കേട്ടോ. ഈ കാണുന്നത് വേപ്പിൻ പിണ്ണാക്കാണ്. വേപ്പിൻ പിണ്ണാക്കൊക്കെ നമുക്ക് വേറെ ഒരിടത്തും പോണ്ട, ഇവിടെ തന്നെ വളങ്ങളും വാങ്ങിച്ചിട്ട് വിത്തും വാങ്ങിച്ച് വളങ്ങളും വാങ്ങിച്ച് നമുക്ക് ഇഷ്ടം പോലെ ഈ കാണുന്ന സെക്ഷൻ മൊത്തം വളങ്ങളുടെ സെക്ഷനാണ്. പിന്നെ അതുപോലെ തന്നെ പല കൈൻഡ് ഓഫ് വളങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ്, പ്ലാന്റ് മെഡിസിൻസും കാര്യങ്ങളും, ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ഇരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ കുറച്ചധികം വെറൈറ്റി ചെടിച്ചട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഫ്ലവേഴ്സിന് വേണ്ടിയിട്ടുള്ള ഫെർട്ടിലൈസറാണ്. ഈ ഒരു സെക്ഷൻ വരുന്നത് നമുക്ക് പോട്ടറീസ് ആണ്, പ്ലാസ്റ്റിക്സിൻ്റെ ആണ് വരുന്നത്. നമുക്ക് പിന്നെ മാത്രമല്ല അല്ലാണ്ട് നമുക്ക് ഷോ പീസസ് ഒരുപാട് വരുന്നുണ്ട്. തുവര, പടവലം, ഇത് പീച്ചിലാണ്. പിന്നെ നമുക്ക് പയർ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, മീറ്റർ പയർ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന മൊത്തം നമ്മുടെ ഫ്ലവർ പോട്ട്സ് ആണ്, പ്ലാസ്റ്റിക് ഫ്ലവർ പോട്ട്സ്. നല്ല ഭംഗിയുള്ള മോഡേൺ രീതിയിലുള്ള ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോട്ട്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഞാനിങ്ങനെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും ഞാനെന്തോ സ്പോൺസർഷിപ്പ് വീഡിയോ ചെയ്യുന്നതാണെന്ന്. ഒട്ടുമല്ല, ഞാനിത് റാൻഡംലി പോയപ്പോൾ എടുത്തേക്കാന്ന് വിചാരിച്ച് യൂട്യൂബിലത്തേക്ക് വേണ്ടി അങ്ങനെ എടുക്കുന്നതാണ്. പിന്നെ ഈ ഒരു സാധനം എന്താണെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല, ഞാൻ അപ്പോഴേ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അറിയാമെന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ കാണുന്ന തുളസിത്തറയാണ്. തുളസിത്തറ എന്ന് പറയുമ്പോഴത്തേക്കും അതുപോലെ ഇവിടെ അവൈലബിൾ ആണെന്ന് നമ്മൾ ഓർക്കണം എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്ലാസ്റ്റിക്സിൻ്റെ സെക്ഷനാണ്. ഇവിടെ പല കൈൻഡ് ഓഫ് ബ്രൂംസും അതുപോലെ തന്നെ ടോയ്ലറ്റിന് വേണ്ടിയിട്ടുള്ള ബ്രഷും വാഷ് ബേസിനൊക്കെ വേണ്ടിയിട്ടുള്ള ബ്രഷും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ ഡെയിലി ഹൗസ് ഹോൾഡ് പർപ്പസസിനുള്ള കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. പിന്നെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഷോ പീസസ് ആണെന്ന് തോന്നുന്നു. ഇതിപ്പോൾ മണി പ്ലാന്റൊക്കെ വെക്കാനുള്ളതാണെന്ന് തോന്നുന്നു. ഈ കാണുന്ന ബോക്സ് എന്താണെന്ന് യാതൊരു ഐഡിയ ഇല്ല, ഞാനിവിടെ വന്നപ്പോൾ കണ്ടതാണിത്. ഇത് കൃഷിക്ക് ഉപയോഗമുള്ള കാര്യമാണോ അതോ വെറും ഷോ പീസാണോ എന്നറിയില്ല. ഇത് കണ്ടിട്ടൊരു വാലറ്റ് പോലെയൊക്കെ ഉണ്ട്, ഈ പേഴ്സ് പോലെ ഉണ്ട്. പക്ഷേ അതിനകത്തോട്ട് വെക്കാനൊരു സ്പേസും കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ കൃഷിക്ക് ആവശ്യമുള്ള എന്തെങ്കിലും സാധനമാണോ അതോ വെറും ഷോ പീസാണോ യാതൊരു ഐഡിയ ഇല്ല. പക്ഷെ നല്ല ഭംഗിയുള്ളൊരു സാധനം.
ഇത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലത്തേക്ക് വേണ്ടി വാങ്ങിച്ചൊരു ഫ്ലവർ പോട്ടാണ്. ഇത് വരുന്നത് സ്ക്രബ്ബറാണ്, ഈ ബാത്റൂമിൻ്റെ വോളൊക്കെ കഴുകാനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. പിന്നെ അതുപോലത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ഇനി നിങ്ങളെ കാണിക്കാനിരുന്ന വലിയൊരു സെക്ഷനാണ് ഇത് മൊത്തം ചെടിച്ചട്ടികളാണ്, പ്ലാസ്റ്റിക് ചെടിച്ചട്ടികളാണ്. പക്ഷേ ഇത് ഫുൾ അതാണ്, പല കൈൻഡ് ഓഫ് ചെടിച്ചട്ടികൾ. നിങ്ങൾ തന്നെ നോക്കുക എന്തോരം വലിയ ഏരിയ ആണ് ഈ ചെടിച്ചട്ടികൾക്ക് വേണ്ടി മാറ്റി വെച്ചേക്കുന്നത്. ഇവിടെ ഇഷ്ടം പോലെ ചെടിച്ചട്ടികളുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷനായി പോകും, കാരണം അത്രമാത്രം ചെടിച്ചട്ടികൾ ഇങ്ങനെ കൂമ്പാരാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഇതുവരെ കാണിച്ചത് ഫസ്റ്റും സെക്കൻഡ് ഫ്ലോറുമാണ്. ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് തേർഡ് ഫ്ലോർ. ഈ തേർഡ് ഫ്ലോർ എന്ന് പറയുമ്പോൾ ഗ്രോസറിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ കാണിച്ച ബ്ലാക്ക് സോൾട്ട് ഉൾപ്പെടെ പല കാര്യങ്ങളും. നമുക്ക് ഫേസ് പാക്ക് ഉണ്ട്, ഫേസ് ജെല്ലുണ്ട്, അച്ചാറുകളുണ്ട്, ഇളനീർ കുഴമ്പ് കണ്ടോ, ഇളനീർ കുഴമ്പുണ്ട്. അങ്ങനെ വേണ്ട പല സാധനങ്ങളും ഇവിടെ തന്നെ അവൈലബിൾ ആണ്. താഴത്തെ ഫ്ലോർ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് കണ്ടില്ലേ, ഇഷ്ടം പോലെ പൗഡേഴ്സ് ഉണ്ട്. നമ്മളെടുത്തത് നീലയാമരി, പിന്നെ ഈ മൈലാഞ്ചിപ്പൊടി, പിന്നെ ഒരു നെല്ലിക്കാപ്പൊടി. ഇത് മൂന്നുമാണ് ഞങ്ങൾ ഇതിനകത്ത് എടുത്തത്. ഈ കാണുന്ന സെക്ഷൻ കണ്ടോ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അച്ചാറിൻ്റെ സെക്ഷൻ. മീനച്ചാറ്, പ്രോൺസ് അച്ചാറ്, അങ്ങനെ പല അച്ചാർ. ഇത് പല ടൈപ്പ് അരിയാണ് കേട്ടോ. ഇത് വയനാടൻ തൊണ്ടി അരി എന്നൊക്കെ പറഞ്ഞിട്ട് പല കൈൻഡ് ഓഫ് അരികൾ നമുക്കിവിടെ കാണാൻ പറ്റും. കുട്ടനാടൻ റൈസ്, അങ്ങനെ പലതും കാണാൻ പറ്റും. അതുപോലെ നെല്ലിക്ക ലേഹ്യം എന്ന് വേണ്ട പലതും ഇവിടെ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഒരു ചെടി വാങ്ങിക്കുക, അതിനുള്ള വളം വാങ്ങിക്കുക, അത് എന്തെങ്കിലും എക്വിപ്മെൻറ്റ്സ് കുഴിക്കാൻ മൺവെട്ടി വേണമെങ്കിലോ കോടാലിയൊക്കെ വേണമെങ്കിലോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാം. അതുകൊണ്ടൊരു വിത്ത് വാങ്ങിക്കുക, വളം വാങ്ങിക്കുക, ചെടിച്ചട്ടി വാങ്ങിക്കുക, അതിനുള്ള എന്ത് സാധനങ്ങളും വേണമെങ്കിലും ഇവിടുന്ന് തന്നെ വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും. ഒരു വൺ സ്റ്റോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, ഓൾ ഇൻ വൺ. ഈ കാണുന്നത് ഒരു ഡിസ്ക് ഫിൽറ്ററാണ്. അതും ഈ താഴത്തെ ഫ്ലോറിലൊക്കെ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ എന്തൊക്കെയോ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ ഓയിലും എണ്ണ ഉണ്ടല്ലോ, വീട്ടിൽ യൂസ് ചെയ്യേണ്ട ഓയിലും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു ഷോപ്പ് മൊത്തം എക്സ്പ്ലോർ ചെയ്തിട്ട് പുറത്തോട്ട് നടക്കുവാണ്. പുറത്തോട്ട് നടക്കുമ്പോൾ ഇവിടെ കുറേ തൈകൾ ഇരിപ്പുണ്ട്, തക്കാളിയുടെ തൈകളും എന്തൊക്കെയോ തൈകൾ, അമര, പിന്നെ സാലഡ് വെള്ളരി, ഇങ്ങനെ പല തണ്ണിമത്തൻ്റെ തൈകൾ, ഒരുപാട് തൈകൾ. ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളുണ്ട്, അതായത് വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ഇത് കൂടാണ്ട് ഫ്ലവേഴ്സിൻ്റെയും തൈകൾ ഇവിടെ ഇരിപ്പുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഗ്രീൻ ഹൗസ് ഫാമിംഗ് എന്ന് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിനകത്ത് കുറച്ചധികം നല്ല ചെടികളുണ്ട്. റംബൂട്ടാൻ, ഈ കാണുന്ന ട്രോപ്പിക്കൽ ഫ്രൂട്ട്സൊക്കെ ഇവിടെ ഇഷ്ടം പോലെയാണ്. ചില സമയത്ത് നമ്മൾ പോകുമ്പോൾ ഉണ്ടല്ലോ, ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ ഈ ബോൺസായി ആണെന്ന് തോന്നുന്നു ഇതൊക്കെ. കാരണം ഫ്രൂട്ട്സൊക്കെ ഈ റൂട്ടിലിങ്ങനെ പഴുത്തിങ്ങനെ കിടക്കും. അപ്പോൾ നമുക്ക് പറിക്കാനൊന്നും പറ്റില്ല, പക്ഷെ നമുക്ക് നല്ല ഭംഗി തോന്നും, ഒരു കൗതുകം തോന്നുന്നത് കാണുമ്പോൾ. പല കൈൻഡ് ഓഫ് മരങ്ങളുടെ ഈ ബോൺസായി ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഈ കൃഷിയോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് വെറുതെ വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ പ്ലേസാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ മേളിൽ കണ്ട പ്ലാസ്റ്റിക് പോട്ടറീസ് അല്ലേ, ചെടിച്ചട്ടികൾ, അതിൻ്റെ മണ്ണ് വെച്ചിട്ടുണ്ടാക്കി ഇഷ്ടം പോലെ ചെടിച്ചട്ടികൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.